Bismillah walhamdulillah wa sallallahu ala nabiyyina Muhammadin wa alihi wa sahbihi wa sallam. Allahumma allimna ma yanfa'una wanfa'na bima 'allamtana wa zidna 'ilman ya karim. Surat Anbiya'യിലെ 95, 96, 97. أعوذ بالله من الشيطان الرجيم. وحرام على قرية أهلكناها أنهم لا يرجعون. حتى إذا فتحت يأجوج ومأجوج وهم من كل هدب ينسلون. واقترب الوعد الحق فإذا هي شاخصة أبصار الذين كفروا أبصار الذين كفروا يا ويلنا قد كنا في غفلة من هذا قد كنا في غفلة من هذا بل كنا ظالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിൽ പരാമർശിച്ച ഈ ഉമ്മത്തിനെ സംബന്ധിച്ച്, അമ്പിയാക്കളുടെ വിശ്വാസത്തെ സംബന്ധിച്ച്, അവർ വന്ന ദൗത്യത്തെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തി. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വഹറാമുൻ അലാ ഖറിയത്തിൻ അഹ്ലക്നാഹാ അന്നഹും ലാ യർജിഊൻ. വഹറാമുൻ ഹറാമാകുന്നു, നിർബന്ധമാകുന്നു, അലാ ഖറിയത്തിൻ ഒരു ഗ്രാമത്തിന്, അഹ്ലക്നാഹ അതിനെ നാം നശിപ്പിച്ചു, അന്നഹും ലാ യർജിഊൻ അവർ തിരിച്ചു വരികയില്ല എന്നത് നിർബന്ധമാകുന്നു എന്നാണ്. ഹറാമുൻ അന്നഹും ലാ യർജിഊന എന്നാണ് അവിടെ അർത്ഥം വെക്കുമ്പോൾ നമ്മൾ പറയാം. വഹറാമുൻ അന്നഹും ലാ യർജിഊന അവർക്ക് നിഷിദ്ധമാകുന്നു, അവർക്ക് നിർബന്ധമാകുന്നു, അന്നഹും ലാ യർജിഊന അവർ തിരിച്ചു വരികയില്ല എന്നത്. അലാ ഖറിയത്തിൻ അഹ്ലക്നാഹ നാം നശിപ്പിച്ച ആ ഗ്രാമത്തിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്രാമത്തെ നശിപ്പിക്കുന്നുവെങ്കിൽ അവർ പിന്നെ തിരിച്ചു വരിക എന്നത്, അതല്ലെങ്കിൽ തൗബ ചെയ്ത് മടങ്ങുക എന്നത് ഒരു വ്യാഖ്യാനം അങ്ങനെയാണ്. അവരതിൽ നിന്ന് മടങ്ങുക എന്നത് ഉണ്ടാവുകയില്ല എന്നാണ്. മറ്റൊന്ന്, ഈ ദുനിയാവിലേക്ക് പിന്നെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊണ്ടുവരികയില്ല എന്നാണ്. അപ്പം ഇങ്ങനെയൊക്കെ അതിന് വ്യാഖ്യാനമുണ്ട് എന്നർത്ഥം. വഹറാമുൻ അലാ ഖറിയത്തിൻ അഹ്ലക്നാഹ അന്നഹും ലാ യർജിഊൻ. ഒരു ഖറിയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഖറിയത്ത് എന്ന ഗ്രാമം, ഒരു ഗ്രാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചുവെങ്കിൽ അവർ പിന്നീട് തിരിച്ചു വരികയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഹത്താ ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജു വഹും മിൻ കുല്ലി ഹദബി യൻസിലൂൻ. ഹത്താ ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജ്, യഅജൂജ് മഅജൂജ് തുറക്കപ്പെട്ടാൽ, ഇവിടെ ഫുതിഹത്ത് എന്ന് പറഞ്ഞാൽ ഫതഹ, തുറന്നു എന്ന് പറഞ്ഞാൽ അതൊരു വാതിലായിരിക്കുമല്ലോ തുറക്കുക, ആളുകളെ നമ്മൾ തുറക്കൂലല്ലോ. അപ്പോൾ അവിടെ ഫുത്തിഹത്ത് യഅജൂജു വമഅജൂജു,
യജൂജ് മജൂജ് തുറക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പൂട്ടപ്പെട്ടിട്ടുണ്ട്, അവരടക്കപ്പെട്ടിട്ടുണ്ട്, അതിലേക്കൊരു സൂചനയാണത്. അപ്പോൾ അവർ അടക്കപ്പെട്ടതിൽ നിന്ന് അവർ തുറക്കപ്പെടും. ഹത്താ ഇദാ ഫുതിഹത് യജൂജു വമജൂജു വഹും മിൻ കുല്ലി ഹദബി യൻസിലൂൻ. അവരുടെ അവസ്ഥ മിൻ കുല്ലി ഹദബി യൻസിലൂൻ, എല്ലാ കുന്നുകളിൽ നിന്നും എല്ലാ കുന്നിൻപുറങ്ങളിലൂടെയും അവർ യൻസിലൂൻ, അവർ ധൃതിയിൽ ഓടി പരന്നോടുന്നവരായിരിക്കും എന്നാണ്. വഖ്തറബൽ വഅദുൽ ഹഖ്, അല്ലാഹുവിൻ്റെ വാഗ്ദത്തം, ശരിയായ വാഗ്ദത്തം അത് അടുത്തിരിക്കുന്നു. ഫഇദാ ഹിയ ശാഖിസത്തുൻ അബ്സാറുൽ ലദീന കഫറൂ, ഫഇദാ ഹിയ ശാഖിസത്തുൻ അബ്സാറുൽ ലദീന കഫറൂ യാ വൈലനാ ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ബൽ കുന്നാ ളാലിമീൻ. അല്ലാഹുവിൻ്റെ വാഗ്ദത്തം അടുത്തിരിക്കുന്നു. ഫഇദാ ഹിയ ശാഖിസത്തുൻ അബ്സാറുൽ ലദീന കഫറൂ, അപ്പോൾ ആ ആളുകൾ, കാഫിരീങ്ങളായ ആളുകൾ, അവരുടെ കണ്ണുകൾ തുറിച്ചതായിരിക്കും, മൂർച്ചയുള്ളതായിരിക്കും. ഷാഖിസത്തുൻ അബ്സാറുൽ ലദീന കഫറു, ഷാഖിസത്ത് എന്ന് പറഞ്ഞാൽ മൂർച്ച കൂടിയതായിരിക്കും. അബ്സാറുൽ ലദീന കഫറു, കാഫിരീങ്ങളായ ആളുകളുടെ കാഴ്ച, കണ്ണ്. അവർ പറയും യാ വൈലന, ഞങ്ങളുടെ നാശമേ, ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ, ഞങ്ങൾ അശ്രദ്ധയിലായിരുന്നു, മിൻ ഹാദ, ഈ കാര്യത്തിൽ നിന്ന്, ബൽ കുന്നാ ളാലിമീൻ, അല്ല ഞങ്ങൾ അക്രമികൾ തന്നെയായിരുന്നു എന്ന് അവർ പറയുമെന്നാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നാണ് യജൂജ് മഅജൂജിൻ്റെ വരവ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ദജ്ജാലിനെയൊക്കെ കൊന്നതിന് ശേഷമാണ് ഇവർ വരിക. യജൂജ് മഅജൂജ് വന്നാൽ അവർ ഈ ലോകത്ത് എല്ലാം നശിപ്പിക്കുമെന്നാണ്. പുഴ, അവർ പോകുന്ന വഴിയിൽ ഒരു പുഴയുണ്ടെങ്കിൽ ആ പുഴയിലെ വെള്ളം വരെ അവർ കുടിച്ചു വറ്റിക്കുമെന്നാണ്. അങ്ങനെ ഈ ലോകത്ത് വലിയ നാശമുണ്ടാക്കുന്ന, വലിയ ഒരു അക്രമം സൃഷ്ടിക്കുന്ന ആളുകളായിട്ടാണ് അവരെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അവർ മുമ്പ് കാലത്തെ ഉണ്ട്. സൂറത്ത് കഹ്ഫിൽ നമുക്ക് ആ ഒരു ചരിത്രം പരാമർശിച്ചത് കാണാം. ദുൽഖർനൈൻ എന്ന് പറയുന്ന നീതിമാനായ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ അവരുണ്ടായിരുന്നു. അവരുടെ അടുക്കലുള്ള ഒരു ഗ്രാമത്തിൽ അവർ ചെന്ന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അവർ വരുന്നത് കുന്നിൻ ചെരുവിലൂടെ, ഒരു വഴിയിലൂടെയാണ് എന്ന് ഇവർ പരാതി പറഞ്ഞു. അതിലൂടെ വന്ന് ഞങ്ങളെയൊക്കെ നശിപ്പിക്കുന്നുണ്ട്, വലിയ പ്രയാസമാണ് എന്ന് ദുൽഖർനൈനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ പ്രതിവിധി കണ്ടെത്തുകയും ആ ഒരു മലയുടെ ഇടുക്ക് അദ്ദേഹം ഇരുമ്പ് പാളികൾ വെച്ച് അടക്കുകയും ചെയ്തു എന്ന ചരിത്രം സൂറത്ത് കഹ്ഫിലെ 94 മുതലുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം. അങ്ങനെ അദ്ദേഹം ആ ഒരു വഴി അടച്ചു. ആ വഴി അടച്ച് അതവർക്ക് തുറക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു വഴി, ഒരു മതിൽ, ഇരുമ്പ് കൊണ്ടുള്ളൊരു മതിൽ അദ്ദേഹം നിർമ്മിച്ചു എന്നാണ്. ആ നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ, ആ ദുൽഖർനൈൻ പറഞ്ഞ ഒരു വാചകമായി സൂറത്ത് കഹ്ഫിൽ കാണാം, ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഇത് അല്ലാഹുവിൻ്റെ കാരുണ്യമാകുന്നു. ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്ക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദത്തം എത്തിക്കഴിഞ്ഞാൽ ആ മതിൽ പൊളിക്കപ്പെടും. വകാന വഅദു റബ്ബി ഹഖ, എൻ്റെ അള്ളാഹുവിൻ്റെ വാഗ്ദത്തം അത് സത്യമാകുന്നതാകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ വാഗ്ദാനം എത്തിക്കഴിഞ്ഞാൽ, ആ വാഗ്ദാനം എന്നത് ഖിയാമത്ത് നാൾ, ആ ഖിയാമത്ത് നാൾ എത്തിക്കഴിഞ്ഞാൽ ഈ മതിൽ പൊളിക്കപ്പെടുകയും അതൊക്കെ തകർത്തുകൊണ്ട് അവർ ഇറങ്ങി വരികയും ചെയ്യും. അങ്ങനെ ഭൂമിയിൽ ആകെ കുഴപ്പമുണ്ടാക്കും, ആകെ പ്രയാസമുണ്ടാക്കും, അവരെ തടുക്കാൻ കഴിയില്ല. അവർ ചെയ്യുന്നതൊക്കെ ചെയ്ത് അങ്ങനെ കൂത്താടി നടക്കുന്ന ഒരവസ്ഥ ഭൂമിയിൽ സംജാതമാകും എന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ യജൂജ് മഅജൂജിൻ്റെ വരവ് അത് ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ്. 10 വലിയ അടയാളങ്ങൾ പറഞ്ഞതിൽ ഒരു അടയാളം ആണ് യജൂജ് മഅജൂജിൻ്റെ വരവ്. അതിനെ സംബന്ധിച്ചാണ് വഹും മിൻ കുല്ലി ഹദബി യൻസിലൂൻ, അവർ എല്ലാ കുന്നുകളിലൂടെയും പരന്നോടുമെന്ന് പറഞ്ഞ ആ പ്രയോഗം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ ഭാഗത്തും എത്തുമെന്നാണ്. അങ്ങനെ എല്ലായിടത്തും അവരെത്തിയോടത്തൊക്കെ അവർ നശിപ്പിച്ച് ഒന്നുമില്ലാതെയാക്കും. ആളുകളൊക്കെ അവരുടെ കോട്ടകളിലേക്കും തുരങ്കങ്ങളിലേക്കുമൊക്കെ ഒളിക്കുമെന്നാണ്. അവരെ പേടിച്ച് അവരൊക്കെ ഒളിച്ചോടി, അവരുടെ എന്തൊക്കെ സാധനങ്ങൾ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്ത് അവരൊക്കെ ഒളിച്ചോടി മാളത്തിൽ ഒളിക്കുമെന്നാണ്. അങ്ങനെ ഇവരെ പേടിച്ചുകൊണ്ട് ഇത് ജീവിക്കുന്നൊരവസ്ഥ അവർക്കുണ്ടാകുമെന്നാണ്. അങ്ങനെ അവർ ഭൂമിയിലൊക്കെ പ്രശ്നമുണ്ടാക്കി അവസാനം അവർ അമ്പെയ്യുന്നതാണ്, മേലേക്ക് ആകാശത്തേക്ക് അമ്പെയ്യും. ആ ആകാശത്തേക്ക് അമ്പെയ്യുമ്പോൾ ആ അമ്പ് തിരിച്ചു വരുമ്പോൾ അതിന്മേൽ രക്തം പുരണ്ടിട്ടുണ്ടാകുമെന്നാണ്. അപ്പോൾ അവർക്കൊരു ഫിത്നയായി, ബലാ ആയി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല
പഠിപ്പിക്കുന്നുണ്ട്. അതിനവർക്കൊരു പരീക്ഷണമായി ഫിത്നയായി നൽകുന്നു എന്നാണ് അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്. കാരണം പറഞ്ഞത് അവരുടെ ഒരു വാചകം തന്നെ ഹദീസുകളിൽ കാണാം, ഞങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി ആകാശത്തെ ആളുകളെയും ഞങ്ങൾ പ്രശ്നത്തിലാക്കിയിരിക്കുന്നു എന്നവർ വാദിക്കുമെന്നാണ്. അപ്പം അങ്ങനെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊരു പരീക്ഷണമാണ്. അവിടെ ആരെങ്കിലും അമ്പ് ചെയ്തിട്ടുണ്ടോ എന്നോ ആരെങ്കിലും കൊണ്ടിട്ടുണ്ടോ എന്നൊന്നും ഹദീസുകളിൽ പ്രയോഗമില്ല. പക്ഷേ അവർ അമ്പ് ചെയ്യുന്നു, ആ അമ്പറിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിന് രക്തം പുരണ്ടിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇമാം ഇബ്നു മാജഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ വലിയ പ്രയാസം ഈ ലോകത്തുണ്ടാക്കുന്നവരാണ് യഅജൂജ് മഅജൂജ്. അപ്പം അവർ തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ എല്ലാ കുന്നുംപുറങ്ങളിലൂടെയും എല്ലാ സ്ഥലത്തും അവർ പാഞ്ഞെത്തുമെന്നാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദത്തം അടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാഗ്ദത്തം എത്തുമ്പോൾ, അത് വരുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും അത് വരിക. ആ വരുന്ന സമയത്ത് കാഫിരീങ്ങളുടെ കണ്ണുകൾക്ക് മൂർച്ച കൂടും. അവർ ഈ യാഥാർത്ഥ്യത്തെ നേരിട്ട് കാണുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഇതാ ഞങ്ങളുടെ അവസാനമായി, ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് കാഫിരീങ്ങൾ മനസ്സിലാക്കുമെന്നാണ്. അപ്പോൾ അവർ പറയും കാലു. അവിടെ കാലു എന്നൊരു വാചകം അവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ അവർ പറഞ്ഞു എന്നാണ് അതിനുദ്ദേശം. യാ വൈലനാ, യാ വൈലനാ. അവർ പറയും യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ. കദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ, ഞങ്ങൾ അശ്രദ്ധയിലായിരുന്നു. മിൻ ഹാദാ, ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച് ഞങ്ങൾ ഗഫ്ലത്തിലായിരുന്നു. ബൽ കുന്നാ ളാലിമീൻ, അല്ല ഗഫ്ലത്തിലാണ് എന്നവർ പറയുകയും പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് അവർ തിരിച്ചു വരികയാണ്. അല്ല, ഞങ്ങൾ യാഥാർത്ഥ്യത്തെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ബൽ കുന്നാ ളാലിമീൻ, ഞങ്ങൾ അക്രമികളായതാണ്. ഞങ്ങൾ അതിനൊക്കെ അറിഞ്ഞിട്ടും അതൊക്കെ നിഷേധിച്ച് ഈ ദുനിയാവിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസമാണ്, ഞങ്ങൾക്ക് വയലാണ്, ഞങ്ങൾക്ക് വലിയ നാശമാണിന്ന് എന്നവർ മനസ്സിലാക്കുകയും ആ കാര്യത്തെ അവരിങ്ങനെ വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾക്ക് കടന്നു വരാനുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് ഒരിക്കലും ജീവിക്കാവതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖിയാമത്ത് നാൾ എന്നാണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് സഹാബത്ത് വരെ വലിയ പേടിയോടുകൂടെ ഭീതിയോടുകൂടെ അവരൊക്കെ ചർച്ച ചെയ്തിരുന്നു. എന്നാണ് ദജ്ജാൽ വരുന്നതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തിരുന്നു. യജൂജ് മഅജൂജിനെ കുറിച്ച് അവർ ചർച്ച ചെയ്തിരുന്നു. ഈ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ചൊക്കെ അവർക്ക് വലിയ ഭീതിയായിരുന്നു. ആ ഒരു കാലം കഴിഞ്ഞ് എത്രയോ കൊല്ലങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു. നമ്മളൊക്കെ അവസാനത്തേക്ക് എത്തിക്കണമെന്ന് നമ്മളാണ് ഒന്ന് ആലോചിക്കേണ്ടത്. ഒരുപാട് അടയാളങ്ങളും ഒരുപാട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ മുമ്പിൽ കാണുമ്പോൾ നമ്മളാണ് അതിനേക്കാളൊക്കെ പേടിക്കേണ്ടവരും അതിനേക്കാളൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടവരും അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കേണ്ടവരും നമ്മൾ തന്നെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ നമുക്കൊക്കെ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ സ്വർഗ്ഗം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഹദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وحرام على قرية أهلكناها أنهم لا يرجعون. حتى إذا فتحت يأجوج ومأجوج وهم من كل حدب ينسلون. واقترب الوعد الحق فإذا هي شاخصة أبصار الذين كفروا أبصار الذين كفروا يا ويلنا قد كنا في غفلة من هذا قد كنا في غفلة من هذا بل كنا ظالمين.
സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.